ഇത് നിങ്ങളെ നിത്യവും അലട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റു പല രോഗങ്ങളുടെ ഗുരുതരാവസ്ഥയ്ക്ക് കാരണമായേക്കാം. നമ്മൾ ധൃതി വെച്ച് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ വളരെ സ്പീഡിൽ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ഭക്ഷണം കഴിക്കുക, സമയം തെറ്റി ഭക്ഷണം കഴിക്കുക, ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ പിന്നീട് നമുക്ക് അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിന് കാരണമാവുകയും ചെയ്യുന്നു. നമസ്കാരം, ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറുപ്പക്കാരിൽ മുതൽ പ്രായമായവരിൽ വരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ്. ഇത് നിങ്ങളെ നിത്യവും അലട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ഇത് മറ്റു പല രോഗങ്ങളുടെ ഗുരുതരാവസ്ഥയ്ക്ക് കാരണമായേക്കാം. അതായത് ഏറ്റവും പ്രധാനം, നമ്മൾ ധൃതി വെച്ച് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ വളരെ സ്പീഡിൽ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ഭക്ഷണം കഴിക്കുക, സമയം തെറ്റി ഭക്ഷണം കഴിക്കുക, ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ പിന്നീട് നമുക്ക് ഡൈജഷൻ കറക്റ്റ് ആവാതെ വരികയും നമുക്ക് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാകും, അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് ഓരോ വ്യക്തിയിലും ഓരോ രീതിയിലായിരിക്കും ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് ചിലരിലാണെങ്കിൽ നമ്മുടെ നെഞ്ചിന് ഭാരം തോന്നുക, അല്ലെങ്കിൽ പല ഭാഗങ്ങളിലായിട്ട് ഗ്യാസ് കയറി വിലങ്ങുന്ന അവസ്ഥ കാണുക. എന്നാൽ വേറെ ചിലരിലാണെങ്കിലോ നെഞ്ചരിച്ചിൽ, പുളിച്ചു തേട്ടുകൾ എന്നുള്ള ലക്ഷണങ്ങൾ, ഈവൻ രാവിലെ എണീറ്റ് പല്ല് തേക്കുന്ന അവസ്ഥയിൽ പോലും അവർക്ക് പുളിച്ചു തേട്ടി വരുന്ന ഒരു കണ്ടീഷൻ കാണുന്നു. എന്നാൽ വേറെ ചിലരിൽ അവർക്ക് വയറിന് നന്നായിട്ട് കമ്പിച്ചിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മലശോധനം കറക്റ്റായിട്ട് നടക്കാത്ത ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ അമിതമായിട്ട് ഏമ്പക്കം വരിക, അധോവായു കൂടുതലായിട്ട് പോവുക, ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഓരോ വ്യക്തിയിലും കണ്ടുവരുന്നത്. ഈ കാരണങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ എല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതശൈലി ഒന്ന് ചിട്ടപ്പെടുത്തി കൊണ്ടുപോയാൽ തന്നെ ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ നമുക്ക് മാറ്റാവുന്നതാണ്. അത് ഏറ്റവും പ്രധാനം അതിൽ തന്നെ നമ്മുടെ ഭക്ഷണം തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നന്നായി ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഇതിൽ തന്നെ സലൈവയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മനസ്സിനെ ആസ്വദിച്ച് ഇറക്കാൻ ശ്രമിക്കുക. പിന്നെ ഭക്ഷണം എരിവുള്ളതും അല്ലെങ്കിൽ പുളിയുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ നോൺ വെജിൻ്റെ അമിത ഉപയോഗങ്ങൾ ശീലിച്ചവരാണെങ്കിൽ അത് കുറച്ച് കുറയ്ക്കുക. അതോടൊപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ പോയി കിടന്നുറങ്ങാൻ ടെൻഡൻസിയുള്ള പാരലിൽ നമ്മൾ കാണാറുണ്ട്. അതായത് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ നടക്കാൻ ശ്രദ്ധിക്കുക. ഇതെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതോടൊപ്പം ചില വ്യായാമം, ഡെയിലി ഒരു 20 to 30 മിനിറ്റ്സ് നിങ്ങൾ വ്യായാമം ചെയ്യാൻ ശ്രദ്ധിച്ച് നോക്കൂ. ഈ ബുദ്ധിമുട്ടുകളെ എല്ലാം നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒന്നാണ്. ഇത് കൂടാതെ എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് വ്യത്യാസം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ആയുർവേദ ഡോക്ടറെ കാണുകയും അവരുടെ സൊല്യൂഷൻസ് തേടുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതേ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സംശയങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആയുർവേദ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുകയും നമ്മൾ തീർച്ചയായിട്ടും അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് തരികയും ചെയ്യുന്നതാണ്.